ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1-ാം വാക്യം. ശക്തരായ നാം നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല, അശക്തരുടെ ബലഹീനതകൾ വഹിക്കുകയാണ് ചെയ്യേണ്ടത്. ബലമുള്ളവൻ ദുർബലനെ സഹായിക്കുന്നത് എത്ര മനോഹരമാണ്. അധികമായി ലഭിച്ചിട്ടുള്ളതെല്ലാം അതില്ലാത്തവൻ അവകാശപ്പെട്ടതാണെന്നുള്ള തത്വം ഇവിടെയും ബാധകമാണ്. അത് സമ്പത്താകാം, കായിക ശക്തിയാകാം. എന്തിന് മനസ്സിനൊരു ബലം കൊടുക്കുവാനായി ഒരു ചെറിയ നോട്ടം പോലും മതി. മനുഷ്യ ചരിത്രത്തിലെ മഹാന്മാരുടെ ഒരു പൊതു സ്വഭാവം തന്നെ ദൗർബല്യങ്ങളെ പരിഹരിക്കുന്നവർ എന്നതാണ്. മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെ സഹിഷ്ണുതയോടെ കാണുന്നതിനും അത് അംഗീകരിക്കുന്നതിനും പരിശ്രമിക്കുന്നതിനോടൊപ്പം തിരിച്ചറിയേണ്ട ഒരു വസ്തുത നമ്മളും ബലഹീനരാണെന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും സഹായം സ്വീകരിക്കുന്നതിനുള്ള എളിമ വളർത്തുന്നതിന് ദൗർബല്യങ്ങളെക്കുറിച്ചുള്ളൊരു ധ്യാനം അത്യാവശ്യമാണ്. മനുഷ്യൻ എത്ര തന്നെ പരിശ്രമിച്ചാലും അവന് പരിമിതികളുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്രേ. മാനുഷിക ദൗർബല്യങ്ങളിൽ പലതിനെയും പൂർണ്ണമായി പരിഹരിക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. പരിമിതികളില്ലാത്തവരിൽ ആശ്രയിക്കുക എന്നതാണ് ലളിതമായ ഉത്തരം. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ദൗർബല്യം ഞാൻ കാണുന്നു, അവയെ പരിഹരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്നല്ല ഈശോ പറഞ്ഞത്. ഈ കർത്താവിലുള്ള ആശ്രയമാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം എനിക്ക് കഴിയും എന്ന് പറയുവാൻ വിശുദ്ധ പൗലോസ്ലീഹായെ പ്രാപ്തനാക്കിയത്. ഈ നോമ്പിൽ നമുക്ക് ദുർബലരെ സഹായിക്കാം, നമ്മുടെ ദൗർബല്യങ്ങളെ അംഗീകരിക്കാം, ബലവാനായ ദൈവത്തിൽ ആശ്രയിക്കാം. നല്ല ദൈവം നമ്മെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.